എന്നാ വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ ഭയങ്കരമായിട്ടൊരു ഹാപ്പി ആയി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എനിക്കൊരു വിഷമം ഉണ്ടായി, ഒരു സന്തോഷമൊക്കെ കിട്ടിയ ഒരു ദിവസമായിരുന്നു ആക്ച്വലി ഇന്നലെ. അതായത് ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് അടുത്ത ചെറിയ ചെറിയ പരിപാടികളൊക്കെ മൊബൈൽ കച്ചവടം അങ്ങനെയുള്ള ചെറിയ പിള്ളേരുകളൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങളിലേക്ക് ഇറങ്ങി. അതിനുശേഷം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്തു, MLM ചെയ്തു. അങ്ങനെ MLM ഒക്കെ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു, നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ ജീവിച്ചു തുടങ്ങി. അങ്ങനെ നമുക്ക് പഴയ ക്യാമറ റെൻറ്റിങ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബിസിനസ്സുകൾ ഫോട്ടോഗ്രാഫീൻ്റെ പരിപാടിയൊക്കെ ആയിട്ടൊക്കെ നമ്മളിങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ പറഞ്ഞു, ഇവന് പാതിരാത്രിയൊക്കെ നമ്മൾ വർക്ക് കഴിഞ്ഞൊക്കെ അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞൊക്കെ എത്തുന്നത് രാത്രി 2 മണി 3 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചേച്ചിമാരും ഈ കൊളക്കോഴികൾ എന്ന് പറയും, അതായത് കുറ്റം പറയാൻ വേണ്ടി മാത്രം നടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഇവരാദ്യം എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാക്കി എനിക്ക് കഞ്ചാവിൻ്റെ ബിസിനസ്സും അല്ലെങ്കിൽ മറ്റേ ബ്ലാക്ക് പരിപാടികളുടെയൊക്കെ ബിസിനസ്സാണെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അതേപോലെ ഫണ്ടായിരുന്നു എൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ആളോടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് സാമ്പത്തികമായിട്ട് അങ്ങ് താഴെ പോയി പറഞ്ഞു, വൻ പോയി മൊത്തം അട്ടപ്പടല മൂഞ്ചി എന്ന് പറഞ്ഞു. ശരി, ദെൻ അഗെയിൻ ഞാൻ 2016 ആയപ്പോഴത്തേക്കും പിന്നെയും ഞാനൊന്ന് കഷ്ടപ്പെട്ട് എൻ്റെ ബിസിനസ്സൊക്കെ കയറ്റിക്കൊണ്ട് വന്നു. വണ്ടിയൊക്കെ വാങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് സെറ്റായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ പറഞ്ഞു, അവൻ പഴയ പരിപാടിക്ക് പിന്നെ തുടങ്ങിയിട്ടാ, അവൻ മറ്റേ സംഭവമൊക്കെ ആയി എന്ന് പറഞ്ഞ് കുറ്റം പറയാൻ തുടങ്ങി. നെവർ മൈൻഡ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ചേച്ചി എന്നെ നല്ല കുറ്റം പറയുന്ന ആളാണ്. കാരണം ഈ ചേച്ചി നാട്ടിലെ മൊത്തത്തിൽ കുറ്റം പറയുന്ന ആളാണ്. മെയിൻ പരിപാടി തന്നെ കുറ്റം പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഞാനിപ്പോൾ പിന്നെയും അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ്സൊക്കെ ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, അവൻ പിന്നെയും പോയി ഫുള്ള് ലൈഫൊക്കെ സ്പോയിലായി, പെണ്ണൊക്കെ ഇട്ടിട്ട് പോയി, അവനൊക്കെ ആകെ എന്താണ് ആ ഒരു ശോകമായി. എൻ്റെ പൊന്നോ, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, മച്ചാനെ ഇന്ന ആളുടെ മോനെ ഇന്നൊരു കേസിൽ പിടിച്ചെന്ന് പറഞ്ഞു. അയ്യോ, ഞാനപ്പം അച്ഛാനെ അവൻ ഇതിൻ്റെ പരിപാടിയായിരുന്നു എന്ന് ചോദിച്ചു. കാരണം നമ്മളങ്ങോട്ട് വണ്ടറായി പോയി. കാരണം നാട്ടുകാരുടെ മൊത്തം കുറ്റം പറയാൻ നടക്കണ ചേച്ചിയാണ്, സ്വന്തം മോൻ്റെ കുറ്റാനാന്ന് കണ്ടുപിടിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റിയാണ്ടായില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലും ഉണ്ടാവും അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇതേപോലത്തെ കുറേ ആൾക്കാരുണ്ടാവും. അതായത് സ്വന്തം വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്വന്തം മക്കളും ഭയങ്കരമായിട്ടുള്ള ഇതിലേക്കായിരിക്കും നടക്കണേ. പക്ഷെ അവർക്ക് ഇവരെ ആരെയും നന്നാക്കാനോ അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പുറത്തെ വീട്ടിലെ പിള്ളേർ എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നോ അവരെ പറ്റി കുറേ കുറ്റം പറയാനും അവരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നിന്ന് അവിടെ പോയി പറയാം, അവിടെ നിന്ന് ഇവിടെ പോയി, ഇതൊക്കെ റൂമേഴ്സ് പറഞ്ഞിട്ടുണ്ടാക്കുന്ന കുറേ കൊളക്കോഴികൾ ഉണ്ടാവും നമ്മുടെയൊക്കെ നാട്ടിൽ. ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊളക്കോഴികൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേരാം കേട്ടോ.